സംസ്കാരമില്ലാതെ, മര്യാദയില്ലാതെ അങ്ങനെ കേന്ദ്രം പെരുമാറിക്കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നത്തിന്റെ ഒരു ഭാഗമെങ്കിൽ, നമ്മളിവിടെ കൂടാനുള്ള ഒരു കാരണം കേരളത്തോടുള്ള അവഗണനയുടെ പ്രശ്നമാണെങ്കിൽ, ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു വിഷയം സംസ്ഥാനങ്ങളോട് പൊതുവിൽ കേന്ദ്രം വളരെ അപകടകരവും തെറ്റും ഫെഡറൽ വിരുദ്ധവുമായ സമീപനമാണ് പിന്തുടരുന്നത്. ഇതൊരു സാമ്പത്തിക നയപ്രശ്നം മാത്രമല്ല, ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഈ സംസ്ഥാന വിരുദ്ധ സമീപനം നിയന്ത്രണമില്ലാതെ മോഡിയും BJPയും RSSും പിന്തുടർന്നാൽ ഒരു ഘട്ടത്തിൽ ഇത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. ഇങ്ങനെ നമ്മളെ ഇട്ട് ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിന്റെ കയ്യിൽ വരുന്ന നികുതിയൊക്കെ എവിടുന്നാ വരുന്നത്? സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടുവന്ന നികുതിയാണ്. വളരെ കുറച്ച് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്ന് ആ നികുതി തോന്നിയവാസം പോലെ ചെലവിടാൻ തയ്യാറാവുകയും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സാമ്പത്തിക അവകാശങ്ങൾ ലംഘിക്കുകയും നിഷേധിക്കുകയും ചെയ്താൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാം. ഇന്ത്യയുടെ ഐക്യത്തെ, രാഷ്ട്രീയമായ ഭദ്രതയെ അത് ബാധിക്കും. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും കൂട്ടരും പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ വിധ്വംസക സാമ്പത്തിക നയങ്ങളാണ്. ഇന്ത്യയുടെ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന നയങ്ങളാണ്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തോടുള്ള അവഗണനയുടെ പ്രശ്നം മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ നടത്തുന്ന കയ്യേറ്റങ്ങൾക്ക് എതിരായി കൂടിയാണ്. കയ്യേറ്റങ്ങൾ പല രൂപത്തിൽ വരുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇപ്പൊ വരാം. എങ്ങനെ? 2026 നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാനേഷുമാരി കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ പഠനം, സെൻസസ്. അതാണ് ആ വാക്ക് കിട്ടാൻ ഞാൻ, അതുകൊണ്ടാണ് ഇപ്പൊ പ്രചാരത്തിലില്ലാത്ത കാനേഷുമാരി എന്നൊക്കെ ഞാൻ പറഞ്ഞത്. സെൻസസ് എന്ന് പറഞ്ഞാലാണ് ആൾക്ക് മനസ്സിലാവുക. സെൻസിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും സെൻസസ് എന്ന് പറഞ്ഞാലാണ് മനസ്സിലാവുക. അത് വന്നു കഴിയുമ്പോൾ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർവിഭജനം നടക്കാം. ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങളുടെ പുനർവിഭജനത്തിന് ഇന്ന് പിന്തുടരുന്ന സമ്പ്രദായം ജനാധിപത്യപരമല്ല എന്ന അഭിപ്രായമുണ്ട്. ഇന്ന് പിന്തുടരുന്ന സമ്പ്രദായം അതേപടിയാണ് 2026 സെൻസസിന് ശേഷം പിന്തുടരുന്നതെങ്കിൽ ആന്ധ്ര, തെലങ്കാന, കർണാടകം, തമിഴ്നാട്, കേരളം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം കുറയും. ഈ സംസ്ഥാനങ്ങൾ ഒഴികെ ഉത്തരേന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കുറവും കൂടുതലും പ്രധാനമായിട്ടുണ്ടാവില്ല. പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട്. ഈ വിഷയത്തിലും ജനാധിപത്യപരമായ ഒരു സമീപനം രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ച്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി സംസാരിച്ച് ഒരു അഭിപ്രായ ഐക്യം രൂപപ്പെടുത്തിയില്ലെങ്കിൽ അതും രാഷ്ട്രീയമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാം. അപ്പൊ സാമ്പത്തിക നയത്തിന്റെ രംഗത്തും രാഷ്ട്രീയ നയത്തിന്റെ രംഗത്തും വർഗീയമായ വിഭജന നയം ഇവർ പിന്തുടരുന്നു. രാഷ്ട്രീയ നയത്തിന് പല അടരുകളുണ്ട്, പല തലങ്ങളുണ്ട്. ഈ വർഗീയ വിധ്വംസക നയം പിന്തുടർന്നാലും അത് ഇന്ത്യ എന്ന ആശയത്തിന്റെ നേരെയുള്ള ഒരു വെല്ലുവിളിയാകാം. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും പുതിയ ബഡ്ജറ്റിൽ ഇവരുടെ നയസമീപനത്തിന്റെ ഒരു വലിയ അപകടം ലളിതമായ ചില സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇപ്പൊ ഇവിടെ നമ്മുടെ ആശാ തൊഴിലാളികളിൽ ഒരു വിഭാഗം ഒരു സമരം നടത്തുന്നുണ്ട് സെക്രട്ടേറിയറ്റിനറിൽ. ഇന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട സമരം നടക്കുന്നുണ്ട്. ആശാ ജീവനക്കാരുടെ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും അവര് ചില മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു. അവിടെ നമ്മുടെ BJPയുടെ തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാ മെമ്പർ, കൊല്ലത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന, പറഞ്ഞു വന്നാൽ എൻ്റെ ഒരു സുഹൃത്തൊന്നും പറയേണ്ടി വരും. അദ്ദേഹം അവിടെ പലതവണ ഇപ്പൊ പോയി
വലിയ അനുഭാവം പ്രകടിപ്പിച്ചു. ഈ സമരത്തെ പിന്താങ്ങുന്നവരോടും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ആശാ വർക്കർമാരെ പോലുള്ളവരുടെ, ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ, അംഗനവാടിയിൽ ജോലി ചെയ്യുന്നവരുടെ ഒക്കെ ജീവിതം ദുരിതമയമാണ്. ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആദ്യമായി ഗവൺമെന്റ് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചത് മാത്യു ടി ഞങ്ങളെല്ലാം പ്രവർത്തിച്ച VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്താണ്. അതുവരെ എന്തായിരുന്നു? പേരന്റ് ടീച്ചർ അസോസിയേഷൻ കുറെ പണം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഗവൺമെന്റ് ആദ്യമായി പണം കൊടുത്തു തുടങ്ങിയത്. അങ്ങനെയുള്ള ഇടപെടലാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് എന്ന് മറന്നുപോരുത്. ഇപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ അക്രഡിറ്റഡ് ഹെൽത്ത് വർക്കേഴ്സ്, അതിന്റെ ഇംഗ്ലീഷ് നീണ്ട പേരിന്റെ ചുരുക്കമാണ്, അക്രോനിമാണ്, ചുരുക്ക പേരാണ് ആശ. മലയാളത്തിൽ വരുമ്പം നമുക്ക് നല്ലൊരു ആശ ഉണ്ടാവും, അതിനെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാവും. അവരെ ഈ തൃശ്ശൂരിൽ നിന്നുള്ള MP, കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1 രൂപ അവർക്ക് കൂട്ടിക്കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഈ ബഡ്ജറ്റ് നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയാണ്. അതിന് കേന്ദ്രത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എങ്കിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഈ ബഡ്ജറ്റിൽ ഉയർന്ന ഇടത്തരക്കാർക്കും മറ്റും, ഉയർന്ന ഇടത്തര ഉദ്യോഗസ്ഥർക്കും മറ്റും സന്തോഷമുണ്ടാകുന്ന, അവരെ സന്തോഷിപ്പിക്കാൻ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു, ഇല്ലേ? എന്താ അത്? ഇൻകം ടാക്സ്. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പൊതുവിൽ സഹായിക്കാനല്ല, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം ഈ തരത്തിൽപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഡൽഹി അഡ്മിനിസ്ട്രേഷനുള്ളവരും അല്ലാണ്. അങ്ങനെ ഒരു കരുനീക്കമാണ്. അതുവഴി ആ വരുമാന നികുതി ഇളവ് വേണ്ടിയിരുന്നോ ഇല്ലയോ എന്നുള്ള തർക്കത്തിലേക്കല്ല. ഈ ബഡ്ജറ്റിൽ ആ വരുമാന നികുതി ഇളവ് കൊടുക്കാതെ നിലവിലുള്ള വരുമാന പരിധി തന്നെ തുടർന്നിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ വരുമായിരുന്ന എത്രയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. 1 ലക്ഷം കോടിയാണ്. ഈ വരുമാന നികുതിയിലെ ഇളവ് വഴി ഉയർന്ന ഇടത്തരം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് 1 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലാകെ ഒരർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഇവരിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് വരെ പിരിച്ചു പോകുന്നത് പോലെ ഈ വർഷവും ഈ തുക പിരിച്ചാൽ കേന്ദ്രത്തിന്റെ കയ്യിൽ 1 ലക്ഷം കോടി കൂടി അധികം വരും. ആ 1 ലക്ഷം കോടി മുഴുവൻ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക്, ആശാ വർക്കർമാർക്ക്, അംഗനവാടി ജീവനക്കാർക്ക് അവർക്ക് നീക്കിക്കാമല്ലോ, അവർക്ക് പറയാമല്ലോ കേന്ദ്ര ഗവൺമെന്റിന്. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചതാണ് ഒരു വിഭാഗത്തിന് ഒരു നികുതി ഇളവ് കൊടുക്കണോ എന്ന്. ഞങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചു. വേണ്ടെന്ന് തീരുമാനിച്ചതിലൂടെ ഞങ്ങൾ നികുതി ഇനത്തിൽ ശേഖരിക്കുന്ന 1 ലക്ഷം കോടിയാണ്. അത് മുഴുവൻ ഞങ്ങൾ ഇതാ ഇടത്തരം ജീവനക്കാരേക്കാൾ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ വിഭാഗങ്ങളെല്ലാം പെട്ടവരുടെ പ്രതിമാസ വേതനത്തിന്റെ വർധനമായി 1 ലക്ഷം കോടി രൂപ കൊടുക്കാമായിരുന്നു.